കേരളത്തിൽ ഇന്ന് ബലിപെരുന്നാൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് ബലിപെരുന്നാൾ ദിനം. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കൊപ്പം പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസി സമൂഹം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു. പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയെ ദൈവകൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ സ്മരണകൾ ഉണർത്തിയാണ് ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ദൈവകൽപ്പന അനുസരിച്ച് തന്റെ ഏകമകനായ ഇസ്മായിലിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തുനിഞ്ഞ നിമിഷം ഇബ്രാഹിം നബിയുടെ വിശ്വാസ്യദാർഢ്യത്തിൽ പ്രസാദിച്ച ദൈവം മകന് പകരം ഒരു ആടിനെ ബലി നൽകാൻ കൽപ്പിച്ചു എന്നാണ് വിശ്വാസം. ഈ ചരിത്ര സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ മൃഗബലി അഥവാ ഉലുഹിയത്ത് കർമ്മം നിർവഹിക്കുന്നത്. ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ദുൽഹജ്ജ് മാസത്തിലെ 10-ാം നാൾ ഹജ്ജ് കർമ്മത്തിനിടെ നടക്കുന്ന പെരുന്നാളായതുകൊണ്ട് ഹജ്ജ് പെരുന്നാൾ എന്നും ഇതിന് വെളിപ്പേരുണ്ട്. ഒരുമയും സാഹോദര്യവും ഉദാരതയും നിറയുന്ന ആഘോഷമാണ് ബലിപ്പെരുന്നാളെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന പെരുന്നാൾ ദിനമായി ഇത് മാറട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ജീവിതവും അധ്വാനവും പഠിച്ച് മനസ്സിലാക്കി മനുഷ്യർ എവിടെയായാലും എപ്പോഴായാലും എല്ലാ ത്യാഗങ്ങൾക്കും തയ്യാറായി സത്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഗൾഫ് യാത്രകളിലുള്ള യുദ്ധം വളരെ പ്രയാസപ്പെട്ട സംഭവമാണെന്നതിൽ ആർക്കും സംശയമില്ല. കച്ചവടക്കാർക്കും മുതലാളിമാർക്കും മാത്രമല്ല, തൊഴിലെടുത്ത് ജീവിച്ച പാവപ്പെട്ട ജനങ്ങൾക്കും എല്ലാ രാജ്യത്തുമുള്ള ആളുകൾക്കും ഈ യുദ്ധത്തിൻ്റെ കാരണത്താൽ ജീവിതം വളരെ കഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ സമയത്ത് പ്രത്യേകിച്ചും കഴിവുള്ളവർ കഴിവില്ലാത്തവരെ നോക്കിപ്പിടിച്ച് അവരെ കൈപിടിച്ച് ഉയർത്തണമെന്നും സഹായാർത്ഥങ്ങൾ നീക്കണമെന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ബലിപെരുന്നാൾ ദിനത്തിൽ രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹിലുമെത്തി വിശ്വാസികൾ ദൈവത്തെ സ്തുതിക്കുന്ന തക്ബീർ ധ്വനികൾ മുഴക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു. പിന്നീട് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച് ഖതീബുമാരുടെ ഖുതുബ പ്രസംഗം ശ്രവിക്കും. അത് കഴിഞ്ഞ് പരസ്പരം ആശ്ലേഷിച്ച് സാഹോദര്യം പങ്കുവച്ച് വീടുകളിലേക്ക് മടങ്ങി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കും. ബന്ധുഭവനങ്ങളും സുഹൃത് ഭവനങ്ങളും സന്ദർശിച്ച് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കും. ദാനധർമ്മങ്ങൾ പോലുള്ള സൽക്കർമ്മങ്ങൾ നടത്തിയും മൺമറഞ്ഞു പോയവർക്കുള്ള പ്രാർത്ഥന നിർവഹിച്ചും ഈ ദിവസം നന്മകളാൽ സമൃദ്ധമാക്കും. ഉലുഹിയത്ത് കർമ്മപ്രകാരം അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ മാംസം പാവപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പങ്കുവയ്ക്കും. അങ്ങനെ ത്യാഗസുരഭിലമായ ഓർമ്മകൾ നിറഞ്ഞ ബലിപെരുന്നാൾ സാഹോദര്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും നല്ല ദിനങ്ങളാക്കി മാറ്റും. കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.